أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്തായ രണ്ടാം ഭാഗമായിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെക്കുറിച്ച് അടുത്തറിയുക എന്ന സതുദ്ദേശത്തോടു കൂടെ നമ്മൾ ആരംഭിച്ച ഹദീസ് പഠന ക്ലാസ് 50 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ 51-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. 50 ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും ദീനിനോടുള്ള മുഹബ്ബത്തും ദീനീ വിജ്ഞാനം പഠിക്കാനുള്ള ആകാംക്ഷയും നല്ല മനസ്ഥിതിയും കാരണം കൊണ്ട് തന്നെ ഇത് തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് പ്രചോദനം നൽകുകയും അങ്ങനെ ഇന്ന് 51-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം അറിഞ്ഞതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു സതുദ്ദേശം കൂടെ നമ്മൾ ഇതിനെ കാണുകയും അതുകൊണ്ട് തന്നെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന ദൃഢപ്രതിജ്ഞ കൊണ്ടുമാണ് നമ്മളൊക്കെ തന്നെ വിജ്ഞാനം പഠിക്കാനുള്ള സന്മനസ് കാണിക്കുന്നതും അത് പ്രചരിപ്പിക്കാനുള്ള സന്മനസ് കാണിക്കുന്നതും. ദീൻ വിജ്ഞാനം പഠിക്കുക എന്നത് മാത്രമല്ല, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിൻ്റെ ബാധ്യത ദീൻ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതുകൂടി മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഞാൻ പറയാറുണ്ട്, ഇപ്പോഴും ഓതാറുള്ള ഒരു സൂറത്താണ് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കാലം തന്നെയാണ് സത്യം. കാലത്തെ പിടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. കാലം തന്നെയാണ് സത്യം. മനുഷ്യരെല്ലാം തീരാ നഷ്ടത്തിലാണ്. ആരൊഴികെ സ്വാലിഹീങ്ങളായിരിക്കുന്ന ആളുകളും, സ്വാലിഹീങ്ങൾ മാത്രമായാൽ പോരാ, ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരും ക്ഷമ കൈക്കൊള്ളുന്നവരും ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നവരും ഒഴികെ മറ്റുള്ളവരൊക്കെ നഷ്ടത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. ആ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടരുത്. നമ്മൾ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അതിനെന്ത് ചെയ്യണം? അതിന് സ്വാലിഹായാൽ മാത്രം പോരാ,
ദീന് മറ്റുള്ളവർക്ക്, ഹക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം, നല്ലത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പഠിക്കുക, ആ പഠിച്ച ദീനിനെ പ്രാവർത്തികമാക്കുക, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. അതാവണം നമ്മുടെ പ്രവർത്തന മേഖലകളിലെ പ്രാധാന്യം നൽകേണ്ടത്. മറ്റുള്ളതൊക്കെ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്, ഭാഷ പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. അതുപോലെ തന്നെ മറ്റു ജോലികൾക്ക് വേണ്ടിയിട്ട് ജോലി സംബന്ധമായ വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. ഒരു ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാം പഠിക്കാൻ തയ്യാറാണ്. പക്ഷേ നമുക്കൊക്കെ വിജയം വേണമെങ്കിൽ സഹോദരങ്ങളെ, ദീൻ പഠിക്കണം. ദീൻ പഠിക്കുകയും ആ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീൻ അത് വളരെ വളരെ വിശാലമാണ്. ദീനീ വിജ്ഞാനം വളരെ വളരെ വിശാലമാണ്. അതിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്. ദുന്യവിയായ കാര്യങ്ങളും പഠിക്കാം, ആഖിറത്തിലേക്ക് ഉതകുന്ന കാര്യങ്ങളും പഠിക്കാം. ദീൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ തിരിഞ്ഞു പുറപ്പെട്ടാൽ എല്ലാത്തിലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമുണ്ടാകും. അള്ളാഹുവിന്റെ കൈയില്ലാത്ത, അള്ളാഹുവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു വിജ്ഞാനവും ഭൂലോകത്തിലുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയിലൂടെ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വിധിവിലക്കുകളിലൂടെ, വിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളുടെ വിധിവിലക്കുകളിലൂടെ നമ്മൾ വിജ്ഞാനം നുകരുക. അങ്ങനെ ആ വിജ്ഞാനം, ലഭിച്ച വിജ്ഞാനം, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, മുത്തുപ്രവാചകപ്പറമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകൾ ഒക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ മുന്നേറുക. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുക. സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാനായിരിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത്തായ ഗ്രന്ഥമാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് മഹത്തായിരിക്കുന്ന ഈ ഗ്രന്ഥത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 50 ദിവസങ്ങളിലും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 51-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം നന്ദി പ്രകടനവും പ്രകീർത്തനവുമാണ്. നന്ദി പ്രകടനം നടത്തുക, അതുപോലെ തന്നെ ഒരാളെ പ്രകീർത്തിക്കുക. ഇതിനൊക്കെ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അധ്യായം 242 നന്ദി പ്രകടനവും പ്രകീർത്തനവും. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെയും സ്മരിക്കും. എൻ്റെ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ കൃതജ്ഞത കാണിക്കണം. നിങ്ങൾ നന്ദിയില്ലാത്തവരാകരുത്. സൂറത്ത് ബഖറ 152-ാമത്തെ ആയത്ത്. നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം ചെയ്തു തരും. സൂറത്ത് ഇബ്രാഹിം 7. സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് നിങ്ങൾ പറയുവീൻ. സൂറത്ത് ഇസ്രായേൽ 111-ാമത്തെ ആയത്ത്. അവരുടെ അന്ത്യപ്രാർത്ഥന സർവസ്തുതിയും സർവലോകരക്ഷിതാവിനാണ് എന്നാകുന്നു. സൂറത്ത് യൂനിസിലെ 10-ാമത്തെ ആയത്ത്. അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനെ കുറിച്ച്, അള്ളാഹുവിനെ പ്രശംസിക്കുന്നതിനെ കുറിച്ചാണ് സഹോദരങ്ങളെ ഈ ആയത്തുകൾ പറയുന്നത്. സഹോദരങ്ങളെ, ചിന്തിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ എന്തെല്ലാമാണെന്ന് നാം അറിയണമെങ്കിൽ അതില്ലാത്തവന്റെ വേദന അറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര നിഅമത്തുകളാണ് നമുക്ക് ചെയ്തു തന്നത്. അതിന് അള്ളാഹുവിന്റെ ശുക്ർ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിനോട് നന്ദിയുള്ളവരായ അടിമകളായി നാം മാറണം. അള്ളാഹുവിനെ നമ്മൾ പ്രകീർത്തിക്കണം. അള്ളാഹുവിനെ നമ്മൾ പ്രശംസിക്കണം. അള്ളാഹുവിനെ നമ്മൾ സ്തുതിച്ചു കൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്തുതിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഇസ്രാഈലിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു
കപ്പ് പാലും ഒരു കപ്പ് മദ്യവും കൊണ്ടുവച്ചു. അവ രണ്ടിലേക്കും നോക്കിയിട്ട് തിരുമേനി പാലെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സൽസരണിയിലേക്ക് താങ്കളെ മാർഗദർശനം ചെയ്ത അല്ലാഹുവിനാണ് സർവസ്തുതിയും. താങ്കൾ എടുത്തത് മദ്യമായിരുന്നെങ്കിൽ അനുയായികൾക്ക് മാർഗഭ്രംശം സംഭവിക്കുമായിരുന്നു. മുസ്ലിം 168 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങളെല്ലാം ഫലശൂന്യമാണ്, ബർക്കത്തില്ലാത്തതാണെന്ന് സാരം. അബൂ ദാവൂദ് 4840 ഇബ്നു മാജ 1894 അഹ്മദ് 2359 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും കുഞ്ഞു മരിച്ചാൽ അല്ലാഹു മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ ദാസന്റെ കുഞ്ഞിനെ പിടിച്ചോ? മലക്കുകൾ അതേ എന്ന് പ്രതികരിക്കുമ്പോൾ അല്ലാഹു ചോദിക്കും, എന്നിട്ട് എൻ്റെ ദാസൻ എന്ത് പറഞ്ഞു? അവൻ നിന്നെ സ്തുതിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലുകയും ചെയ്തു എന്ന് മലക്കുകൾ പ്രതിവചിക്കും. അപ്പോൾ അല്ലാഹു പറയും, മലക്കുകളെ, എൻ്റെ ദാസന് നിങ്ങൾ സ്വർഗത്തിലൊരു വീട് പണിയുക, അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടുകയും ചെയ്യുക. തിർമിദി 1021 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഓരോ പിടി ഭക്ഷിക്കുമ്പോഴും ഓരോ മുറുക്ക് കുടിക്കുമ്പോഴും ഹംദ് ചെയ്യുന്നവനെ പറ്റി അല്ലാഹു ഏറ്റവും സംതൃപ്തനായിരിക്കും. മുസ്ലിം 2734 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക, അല്ലാഹുവിനെ സ്തുതിക്കുന്നവർക്ക് അവൻ അളവറ്റ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്ന് മാത്രമല്ല സ്വർഗത്തിൽ സ്തുതിഗേഹം എന്നൊരു ഭവനം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് ഈ ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് വെളിവാകുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക, ഏത് കാര്യത്തിലും അല്ലാഹുവിനെ സ്തുതിക്കുക. ഏത് പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും എല്ലാം അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. എന്തെങ്കിലും ഒരു ഖൈർ എനിക്കുണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിനെ ഹംദ് ചെയ്യുക. എങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നതാണ്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബൈത്തുൽ ഹംദ് എന്ന വീടൊരുക്കി വെക്കുന്നതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സ്തുതിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രശ്നമാക്കപ്പെട്ട സംഭവമല്ലേ, ഏറ്റവും പ്രശ്നമാക്കപ്പെട്ട സംഭവമല്ലേ നമ്മുടെ കുഞ്ഞ് മരിക്കുന്നത്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞ് നമ്മിൽ നിന്ന് മരണപ്പെടുമ്പോൾ നമ്മളെല്ലാവരും പല രീതിയിലല്ലേ പ്രതികരിക്കുക? സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ആ സമയത്ത് ആരാണ് ക്ഷമ കൈകൊണ്ടുകൊണ്ട് അല്ലാഹുവിനെ വരവേൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന് സർവം സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും ചെയ്യുന്നവനാരാണോ അവർക്കതാ നാളെ സുഖലോക സ്വർഗത്തിലെ ബൈത്തുൽ ഹംദ് എന്ന വിഭാനം ഒരുക്കി വെക്കുന്നതാണെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കുക, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ക്ഷമ കൈക്കൊള്ളുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുക. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടല്ലാതെ ഒരു നേരവും നമ്മുടെ ഒരു സമയവും ഒരു പ്രവർത്തനവും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, അല്ലാഹുവിനോടുള്ള ബാധ്യത നമ്മൾ നിറവേറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അധ്യായം 243 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ പറ്റി പറയുന്ന ബാബാണ്. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവും റസൂലും അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും മലക്കുകളും അല്ലാഹുവും മലക്കുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും ആ നബിയുടെ മേൽ സലാത്തും സലാമും ചൊല്ലുക. സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്താണ്.
അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നവൻ അല്ലാഹു 10 പ്രാവശ്യം അനുഗ്രഹിക്കും. അല്ലാഹു എൻ്റെ പേരിൽ 10 പ്രാവശ്യം സലാത്ത് നൽകുമെന്ന്, സലാത്ത് ചൊല്ലുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, മുസ്ലിം 354 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മദീനയുടെ നായകനായ മുത്ത് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ, ആരെങ്കിലും ഒരു സലാത്ത് ചൊല്ലിയാൽ അവന്റെ മേലിൽ 10 സലാത്ത്, അവന്റെ മേൽ അവർക്ക് 10 അനുഗ്രഹങ്ങൾ അല്ലാഹു ഒരുക്കി വെക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ചൊല്ലുക, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, അന്ത്യനാളിൽ എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവൻ എനിക്ക് കൂടുതൽ സലാത്ത് ചൊല്ലുവാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തിർമിദി 484 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയവനായിരിക്കും. ഏറ്റവും കൂടുതൽ പള്ളി പണിതവനല്ല, ഏറ്റവും കൂടുതൽ നമസ്കരിച്ചവനല്ല, ഏറ്റവും കൂടുതൽ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവനല്ല, അല്ലാഹുവിന്റെ റസൂലിനോട് കൂടെ ഏറ്റവും അടുത്തവരെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ആരാണ് ഏറ്റവും കൂടുതൽ അടുത്തവർ? എനിക്ക് ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയവനായിരിക്കും ഏറ്റവും ബന്ധപ്പെട്ട ആളെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ചൊല്ലുക, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് വർഷിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിവസങ്ങളിൽ ഉത്തമം വെള്ളിയാഴ്ചയാണ്. അതിനാൽ അന്ന് നിങ്ങൾ എനിക്ക് കൂടുതൽ സലാത്ത് ചൊല്ലണം. നിശ്ചയം നിങ്ങളുടെ സലാത്ത് എനിക്ക് വെളിപ്പെടുത്തി കാണിച്ചു തരും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരേ, മണ്ണോട് ചേർന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് ഞങ്ങളുടെ സലാത്ത് എങ്ങനെയാണ് വെളിപ്പെടുത്തി കാണിച്ചു തരിക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം നബിമാരുടെ ശരീരങ്ങൾ അല്ലാഹു ഭൂമി നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അബൂ ദാവൂദ് 1047 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സാധാരണ മനുഷ്യരുടെ മൃതശരീരം പോലെയല്ല അസാധാരണ മനുഷ്യരായ നബിമാരുടെ ശരീരം. അത് ഭൂമിയിൽ കേടുകൂടാതിരിക്കും, നശിക്കുകയോ ദ്രവിക്കുകയോ ഇല്ല. വെളിപ്പെടുത്തി കാണിച്ചു തരുമെന്ന് പറഞ്ഞതിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മരണാനന്തരവും കേൾവിയും കാഴ്ചയും ഉണ്ടെന്ന് വ്യക്തമാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മൾ ചെല്ലുന്ന സലാത്തുകൾ അങ്ങ് വെളിവാക്കി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യം എത്രയാണ് സഹോദരങ്ങളെ. മരണാനന്തര ശേഷവും കേൾക്കാനും കാണാനുമുള്ള ശക്തി ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക, അത് അല്ലാഹു കൊടുത്ത കഴിവല്ലാതെ മറ്റെന്താണ്? പല ആളുകളുമുണ്ട് മരണശേഷം കേൾക്കില്ല, കാണില്ല എന്നൊക്കെ പറയുന്നവരെ. എന്നാൽ അല്ലാഹു അങ്ങനെ കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ മരണശേഷം കേൾക്കാനും കാണാനും ഒക്കെ കഴിയും സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സലാത്ത് ഇതിലൂടെ പറയുകയാണ്. ഈ ഹദീസിലൂടെ പറയുന്നത് എന്താണ്? നിശ്ചയം നിങ്ങൾ എനിക്ക് ചൊല്ലുന്ന സലാത്തുകൾ എനിക്ക് വെളിപ്പെടുത്തി കാണിച്ചു തരും. മാത്രമല്ല, നബിമാരുടെ ശരീരം ഭൂമിക്ക് നിഷിദ്ധമാണ്, അത് ഭൂമി ഭക്ഷിക്കുകയുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക. സത്യം മാത്രം പറഞ്ഞിട്ടുള്ള അൽ-അമീനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മോട് പറയുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ പറ്റി പറയുന്നത് കേട്ടിട്ട് എൻ്റെ പേര് സലാത്ത് ചൊല്ലാത്തവന്റെ മൂക്ക് മണ്ണോട് ചേർന്ന് പോകട്ടെ, അവൻ നിസാരനും നിന്ദനുമായി തീരട്ടെ എന്ന് സാരം. തിർമിദി 3545 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഖബർ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത്. നിങ്ങൾ എനിക്ക് സലാത്ത് ചൊല്ലണം. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സലാത്ത് എനിക്കെത്തുന്നതാണ്. അബൂ ദാവൂദ് 2042 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എനിക്ക് സലാം ചൊല്ലുമ്പോൾ എൻ്റെ ആത്മാവ് എന്നിലേക്ക് മടങ്ങി വരികയും ഞാൻ നിങ്ങളുടെ സലാം അടക്കുകയും ചെയ്യും. അബൂ ദാവൂദ് 2041 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
സഹോദരങ്ങളെ, നാം അല്ലാഹുവിന്റെ റസൂലിന് സലാം ചൊല്ലിയാൽ ആ സലാം അല്ലാഹുവിന്റെ റസൂൽ മടക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക, അത് മടക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന് സലാം ചൊല്ലുക സഹോദരങ്ങളെ. അത് അല്ലാഹുവിന്റെ റസൂൽ മടക്കുന്നതാണെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. ഇത് മദീനയുടെ ചാരത്ത് വെച്ചുകൊണ്ട്, മദീനയുടെ റൗളയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീണ്ടും വീണ്ടും തൗഫീഖ് നൽകട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോകാത്തവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോകാനും, പോയവർക്ക് വീണ്ടും വീണ്ടും അവിടെ എത്തിക്കൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ് എന്ന് പറയാൻ ആ മദീന റൗളയുടെ ഏറ്റവും വലിയ ദ്വാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തോട് മുഖം അഭിമുഖമായിരുന്നു കൊണ്ട് പറയാനുള്ള തൗഫീഖ് ഒരിക്കലും പോകാത്തവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോകാനും, പോയവർക്ക് വീണ്ടും വീണ്ടും പോകാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹുവിന്റെ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പേര് പറയുന്നത് കേട്ടിട്ട് എനിക്ക് സ്വലാത്ത് ചൊല്ലാത്തവനാണ് യഥാർത്ഥ ലുബ്ധൻ. തിർമിദി 3540 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കും, അല്ലാഹുവിന്റെ റസൂൽ പേര് കേട്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക, പണമുണ്ടായിട്ട് പണം പൂട്ടി വെക്കുന്നവനല്ല ഏറ്റവും വലിയ പിശുക്കൻ. ചെരുപ്പുണ്ടായിട്ട് ചെരുപ്പിടാതെ നടക്കുന്നവനല്ല ഏറ്റവും വലിയ പിശുക്കന്. അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവനല്ല ഏറ്റവും വലിയ പിശുക്കൻ. ആരാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്നറിയുമോ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാൻ നാവനക്കാൻ ചുണ്ടനക്കാൻ മടി കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കനെന്ന് മുത്ത് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കണേ. ഏത് മാധ്യമത്തിലൂടെയാകട്ടെ, റേഡിയോയിലാകട്ടെ, കാസറ്റ് തുടങ്ങിയ ഏത് മാധ്യമങ്ങളിലൂടെയാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ സലാത്തും സലാമും പറയണം. ഇത് ഏറ്റവും സഹോദരങ്ങളെ ചിന്തിക്കണം. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ ചുണ്ടുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് സാധ്യമാകുന്ന ഈ കാര്യം നിറവേറ്റാത്തവൻ ധനപരമായ പിശുക്കനേക്കാൾ വലിയ പിശുക്കനാണെന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ, ഈ കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലുന്ന കാര്യത്തിൽ നാം ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. നാം ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിവേദനം, റബ്ബിനെ വേണ്ട വിധം സ്തുതിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെയും ഒരാൾ നിസ്കാരാനന്തരം ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവൻ വൃദ്ധി കാണിച്ചു കളഞ്ഞു. പിന്നീട് അവനെ വിളിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കരിച്ചു കഴിഞ്ഞാൽ നാഥനെ സ്തുതിക്കുകയും പ്രശംസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ. അബൂ ദാവൂദ് 1481 തിർമിദി 3475 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു.
നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, റസൂലേ, അങ്ങേക്ക് സലാം ചൊല്ലുന്ന വിധം ഞങ്ങൾക്കറിയാം, എന്നാൽ ഏത് വിധമാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും കുടുംബത്തിനും കരുണയും അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തും നീ കരുണയും അനുഗ്രഹം ചെയ്യണമേ. നീ സ്തുത്യർഹനും മഹാനുമാണ് എന്ന് നിങ്ങൾ പറയുക. ബുഖാരി 8:409, 410, 128, 1138, മുസ്ലിം 406 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുയുടെ സദസ്സിലിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കയറി വന്നു. അപ്പോൾ സഅദിന്റെ മകൻ ബഷീർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഏത് വിധമാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യത്തിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചോദിക്കാതിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ആശിച്ചുപോയി. അല്പം കഴിഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم إنك حميد مجيد. എന്ന് നിങ്ങൾ പറയുക. സലാം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. മുസ്ലിം 405 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുമൈദ റളിയല്ലാഹു അൻഹു നിവേദനം, താങ്കളുടെ മേൽ ഏത് വിധമാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് അവർ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വദുർരിയ്യതിഹി കമാ സല്ലൈത അലാ ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അസ്വാജി വദുർരിയ്യതിഹി കമാ ബാരക്ത അലാ ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് എന്ന് പറയുക. ബുഖാരി 6:29, 6:292, 11:146, 147, മുസ്ലിം 407 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരെയും സന്താനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് കൂടിയുണ്ട്. അതാണ് വഅലാ അസ്വാജിഹി വദുർരിയ്യതിഹി. എന്നുൾപ്പെട്ടത് സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും സലാത്ത് ചൊല്ലല് വളരെ പുണ്യമാക്കപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ. അവിടുത്തെ കുടുംബത്തെ കൂടെ അതിൽ ഉൾപ്പെടുത്തുക. വഅസ്വാജിഹി വദുർരിയ്യാതിഹി വഅഹ്ലി ബൈതിഹി എന്ന് തുടങ്ങിയ വാക്യങ്ങളൊക്കെ നമ്മുടെ സലാത്തുകളിൽ ഉൾപ്പെടുത്തിയാൽ വളരെയേറെ പുണ്യമുള്ള കാര്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വദുർരിയ്യാതിഹി കമാ സല്ലൈത അലാ ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വദുർരിയ്യതിഹി കമാ ബാരക്ത അലാ ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഏത് ഫർദ് കാര്യത്തിലാകട്ടെ, ഏത് സുന്നത്താകപ്പെട്ട കാര്യത്തിലാകട്ടെ, എല്ലാത്തിലും അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്ത് ഉൾപ്പെടുത്തിയാലേ അതിന്റെ പൂർണ്ണ രൂപം കൈവരിക്കുകയും അത് കൂടുതൽ ഫലം ചെയ്യുകയുമുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് ചിന്തിക്കുക സുഹൃത്തുക്കളെ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്തുകൾ, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തുന്ന സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുക, നമ്മൾ പതിവാക്കുക സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ പതിവാക്കുക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം, اللهم صل على محمد، اللهم صل عليه وسلم. اللهم صل على سيدنا محمد الطاهر الله، وصل على سيدنا محمد بعد الله، وصل على سيدنا محمد أبدا أبدا.
اللهم صل صلاة كاملة وصل سلاما تاما على سيدنا محمد الذي تنأل به اللقد وتنفرج به القرب وتقضى به النواهج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا മുഹമ്മദ് നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, ചിന്തിക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്തും സലാമും കൂടുതൽ കൂടുതൽ വർഷിപ്പിച്ചു കൊണ്ടിരിക്കുക, സലാത്തും സലാമും കൂടുതൽ കൂടുതൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് സഹായകമാകും. സഹോദരങ്ങളെ, സലാത്തിന്റെ മഹത്വം അത് വളരെയേറെ വലുതാണ്. അത് ചൊല്ലി അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, നാം പറയുന്നതിനേക്കാൾ അതിനെ നിങ്ങൾ ചൊല്ലി പതിവാക്കിക്കൊണ്ട് അതിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നിങ്ങൾ ശ്രമിക്കുക. സഹോദരങ്ങളെ, എങ്കിൽ മാത്രമേ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സലാത്തിന്റെ മഹത്വം അത് വളരെയേറെ വലുതാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക, സഹോദരങ്ങളെ ചിന്തിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ഒരുപാടാണ്. 10 സലാത്ത് ചൊല്ലിയാൽ 100 അനുഗ്രഹം ലഭിക്കും. 100 സലാത്ത് ചൊല്ലിയാൽ 1000 ലഭിക്കും. 1 സലാത്ത് ചൊല്ലിയാൽ 10, 10 ചൊല്ലുമ്പോൾ 100, 100 ചൊല്ലിയാൽ 1000. സഹോദരങ്ങളെ ചിന്തിക്കുക, ആ അല്ലാഹുവിന്റെ അനുഗ്രഹം വാങ്ങാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സലാത്ത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും സലാം പറയാനും പോകാത്തവർക്ക് അവിടെ പോകാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വപ്നത്തെ ദർശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നാളെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുമായിട്ട് നമുക്ക് സംവദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.